നിപ്പ വൈറസിനെതിരെ വാക്സിൻ പരീക്ഷിക്കാൻ ജപ്പാൻ. ടോക്കിയോ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് വാക്സിൻ വികസിപ്പിക്കുന്നത്. ഏപ്രിൽ മാസത്തോടെ ക്ലിനിക്കൽ ട്രയൽ തുടങ്ങും. നിലവിൽ നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിനോ പ്രത്യേക ചികിത്സയോ ഇല്ല. നിപ്പ വൈറസിന്റെ ജനിതക ഘടകങ്ങളുടെ ഒരു ഭാഗം മീസിൽസ് വൈറസിലേക്ക് ചേർത്താണ് പുതിയ വാക്സിൻ വികസിപ്പിക്കുന്നത്. ജപ്പാനിലെ ബെൽജിയത്തിലാണ് മനുഷ്യരിലുള്ള ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത്. മനുഷ്യരിൽ വാക്സിൻ പ്രവേശിക്കുമ്പോൾ നിപ്പ വൈറസിന് സമാനമായ ആന്റിജൻ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. നേരത്തെ എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ വാക്സിന്റെ ഫലപ്രാപ്തിയും സുരക്ഷയും തെളിയിച്ചതാണെന്ന് ഗവേഷകർ പറയുന്നു. മനുഷ്യരിലെ പരീക്ഷണത്തിന്റെ ഭാഗമായി ഒന്നാം ഘട്ടത്തിൽ 60 പേരെയാണ് ഉൾപ്പെടുത്തുന്നത്. രണ്ടാം ഘട്ട ക്ലിനിക്കൽ ട്രയലിൽ പരീക്ഷിക്കുന്നത് 18 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ളവരെ. ജനുവരിയിൽ പശ്ചിമ ബംഗാളിൽ 2 പേർക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് വാക്സിൻ പരീക്ഷണ വാർത്ത പുറത്തുവരുന്നത്. സമ്പർക്കത്തിൽ വന്ന 196 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പടരുന്ന നിപ്പ കേരളത്തിൽ മനുഷ്യരിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് 2018-ലാണ്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്ന് RT-PCR വഴിയാണ് നിപ്പയെ തിരിച്ചറിയുന്നത്. മരണസാധ്യത കൂടുതലുള്ള വൈറസ് ആയതിനാൽ നിപ്പയെ അതീവ ജാഗ്രതയോടെയാണ് നേരിടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.